ഇപ്പോൾ ബേസിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾക്കും രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമേ കാര്യം നടക്കുന്നില്ലല്ലോ. അവിടെ ഖാർഗെ ഉണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തന്നെ വാദിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് വീണ്ടും മനസ്സിലാകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി റഹീം, അതായത് നവംബർ മാസത്തിലാണ് ഇത്, ഇത് ഡിസംബർ അവസാനമാണ് നമ്മളിരിക്കുന്നത്. നവംബർ മാസത്തിലാണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ സ്കെഡ്യൂള് പാർലമെൻറ്റ് ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. നവംബർ ആദ്യം, അതായത് ഒക്ടോബർ അവസാനം ആ ഭാഗത്താണ് വിടുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന 17-ാം തീയതിയാണ് BMW പോയതാണ്. ആ 17-ാം തീയതിയെല്ലാം ഇവിടെ പാർലമെൻറ്റിൽ ചൂടേറിയ വാഗ്വാദങ്ങളൊക്കെയാണ്. 3 ബില്ലാണ്. ഇന്ന് പാർലമെൻറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി നിങ്ങൾ ആലോചിക്കണം, വൈകുന്നേരം 6 മണിക്ക് ചർച്ച ആരംഭിച്ച് രാത്രി 1 മണിയോടുകൂടി ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന അതിന് ചരമഗീതം കുറിച്ച് പാതിരാത്രിയിൽ ഞാനത് സംസാരിക്കട്ടെ, എന്തെങ്കിലും പറയാതിരിക്കുന്നേ. ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊക്കെ കറക്റ്റാണ്. BMW ഏതായി മനുഷ്യൻ എന്തായി പറയുന്നത്? എന്താ പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് കേട്ടാ രാഹുൽ ഗാന്ധി പോയത് ഇദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നുന്നു. ഇദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നുന്നു. ഞാൻ സംസാരിക്കട്ടെ, എന്താ പറയുന്നത്? റഹീം ഒരു പൊതുപരിപാടിക്ക് പോകുമ്പോ സ്വാഭാവികമായും അത് പാർലമെന്റ് നടക്കുമ്പോഴാണോ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പരിപാടിക്ക് പോവാ? BMW കാണാൻ വേണ്ടി എന്താ ഇദ്ദേഹം പറയാ പോയത്? അത് ഈ പറയുന്ന റഹീമിനെ സമ്മതിക്കാൻ പറ്റുമോ? ശരി ശരി, ഇടവേളയിലേക്ക് ഇപ്പോഴും ബേസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിന്റെ പ്രതിപക്ഷത്തിന്റെ നേതാവിന് ഇരിക്കേണ്ടതില്ല. അദ്ദേഹം BMW കാര്യത്തിലാണെങ്കിലും BMW കാണാൻ പോയതല്ലോ, അവിടെ പോയി ഒരു OICC സമ്മേളനത്തിലാണെങ്കിലും പോയി എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി എന്നാണ്. അത് നേരത്തെ തീരുമാനിച്ചതായതുകൊണ്ട് അത് മതി എന്നാണ്. പാർലമെന്റിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തവരെ പാർലമെന്റിലേക്ക് അയക്കുന്നത് എന്തിനാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാരുമല്ല, ജനങ്ങളാണ്.